സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 19. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 2-ാം അധ്യായം. ദിനവൃത്താന്തം 1-ാം പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇസ്രായേലിന്റെ പുത്രന്മാരാവിത് രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, സെബൂലൂൻ, ദാൻ, യോസെഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ. യഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല. ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബത്ശൂബയിൽ നിന്ന് അവന് ജനിച്ചു. യഹൂദയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ അവനെ കൊന്നു. അവന്റെ മരുമകൾ താമാർ അവന്റെ പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു. യഹൂദയുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമുൽ. സേരഹിന്റെ പുത്രന്മാർ സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര. ഇങ്ങനെ 5 പേർ. കർമ്മിയുടെ പുത്രന്മാർ ശപഥാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഖാൻ തന്നെ. ഏഥാന്റെ പുത്രന്മാർ അസര്യാവ്. ഹെസ്രോന് ജനിച്ച പുത്രന്മാർ യെരഹ്മേൽ, രാം, കെലൂബായ്. രാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമിനാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ഷൽമയെ ജനിപ്പിച്ചു. ഷൽമ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഈശായെ ജനിപ്പിച്ചു. ഈശായി തന്റെ ആദിജാതൻ എലിയാബിനെയും 2-ാമൻ അബീനാദാബിനെയും 3-ാമൻ ശിമയെയും 4-ാമൻ നഥനയേലിനെയും 5-ാമൻ രഥായിയെയും 6-ാമൻ ഓസേമിനെയും 7-ാമൻ ദാവീദിനെയും ജനിപ്പിച്ചു. അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലും ആയിരുന്നു. സെരൂയയുടെ പുത്രന്മാർ അബീശായി, യോവാബ്, അസാഹേ. ഇങ്ങനെ 3 പേർ. അബീഗയിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ അപ്പൻ ഇസ്മായിലിനായ യേഥേർ ആയിരുന്നു. ഹെസ്രോന്റെ മകൻ കാലേബ് തന്റെ ഭാര്യയായ അസൂബയിലും എരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. അവളുടെ പുത്രന്മാർ ഏശേർ, ശോബാബ്, അർദ്ധോൻ. അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു. അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു. ഹൂർ ഊരിയെ ജനിപ്പിച്ചു. ഊരി ബസലേലിനെ ജനിപ്പിച്ചു. അതിന്റെ ശേഷം ഹെസ്രോൻ ഗിലെയാദിന്റെ അപ്പനായ മാഖീന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് 60 വയസ്സായിരുന്നു. അവൾ അവന് സെഗൂബിനെ ജനിപ്പിച്ചു. സെഗൂബ് യായീരിനെ ജനിപ്പിച്ചു. അവന് ഗിലെയാദ് ദേശത്ത് 23 പട്ടണം ഉണ്ടായിരുന്നു. എന്നാൽ ഗെശൂരും അരാമും യായീരിന്റെ പട്ടണങ്ങളെയും കേനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ 60 പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. ഇവരെല്ലാരും ഗിലെയാദിന്റെ അപ്പനായ മാഖീരിന്റെ പുത്രന്മാരായിരുന്നു. ഹെസ്രോൻ കാലേബ് എഫ്രാത്തയിൽ വെച്ച് മരിച്ച ശേഷം ഹെസ്രോന്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അശൂരിനെ പ്രസവിച്ചു. ഹെസ്രോന്റെ ആദിജാതനായ എരഹിയേലിന്റെ പുത്രന്മാർ ആദിജാതൻ രാം, ബൂന, ഓരേൻ, ഓസേം, അഹിയാവ്. എർഹിയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവൾക്ക് ആദാര എന്നു പേർ. അവൾ ഓനാമിന്റെ അമ്മ. എരഹിയേലിന്റെ ആദിജാതനായ രാമിന്റെ പുത്രന്മാർ മയസ്, യാമീൻ, ഏഖേർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാഥ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബീശൂർ. അബീശൂരിന്റെ ഭാര്യയ്ക്ക് അബീഹയിൽ എന്നു പേർ. അവൾ അവന് ഹബ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു. നാദാബിന്റെ പുത്രന്മാർ സേലേത്, അപ്പയും. എന്നാൽ സേലേത് മക്കളില്ലാതെ മരിച്ചു. അപ്പയീമിന്റെ പുത്രന്മാർ ഇശി. ഇശിയുടെ പുത്രന്മാർ ശേഷാൻ. ശേഷാന്റെ പുത്രന്മാർ അഖ്ലീം. ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ ഏഥേർ, യോനാഥാൻ. എന്നാൽ ഏഥേർ മക്കളില്ലാതെ മരിച്ചു. യോനാഥാന്റെ പുത്രന്മാർ പേലെത്, സസ. ഇവർ യെരഹ്മേലിന്റെ പുത്രന്മാർ. ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. ശേഷാന് മിസ്രൈമിനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവന് എർഹ എന്നു പേർ. ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായ എർഹാന് ഭാര്യയായി കൊടുത്തു. അവൾ അവന് അദ്ധായി പ്രസവിച്ചു. അദ്ധായി നാദാനെ ജനിപ്പിച്ചു. നാദാൻ സാബാദിനെ ജനിപ്പിച്ചു. സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു. എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് യേഹൂവിനെ ജനിപ്പിച്ചു. യേഹൂ അസര്യാവെ ജനിപ്പിച്ചു. അസര്യാവ് ഹേലെസിനെ ജനിപ്പിച്ചു. ഹേലെസ് എലയാശെ ജനിപ്പിച്ചു. എലയാശെ സിസ്മായിയെ ജനിപ്പിച്ചു. സിസ്മായി ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം എക്കമ്യാവെ ജനിപ്പിച്ചു. എക്കമ്യാവ് എലീശാമയെ ജനിപ്പിച്ചു. എരഹ്മേലിന്റെ സഹോദരനായ കാലേബിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതനും സീഫിന്റെ അപ്പനുമായ മേശ, ഹെഫ്രോന്റെ അപ്പനായ മരേശയുടെ പുത്രന്മാരും.
ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ്, തപ്പൂഹ്, രേഖേം, ശേമ. ശേമ യൊർഖയാമിന്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു. രേഖേം ഷമ്മായിയെ ജനിപ്പിച്ചു. ഷമ്മായിയുടെ മകൻ മാവോൻ. മാവോൻ ബേത് ഹൂറിന്റെ അപ്പനായിരുന്നു. കാലേബിന്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനെയും മോസയെയും ഗസേസിനെയും പ്രസവിച്ചു. ഹാരാൻ ഗസേസിനെ ജനിപ്പിച്ചു. യാദയുടെ പുത്രന്മാർ രേഖേം, യോഥാം, ശേഷാൻ, പേലെത്, ഏഫ, ശയഫ്. കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ സേബേരിനെയും തിർഹനെയും ജനിപ്പിച്ചു. അവൾ മക്ബനയുടെ അപ്പനായ ശയഫ്, മക്ബനയുടെയും ശിബേയുടെയും അപ്പനായ ശേവ എന്നിവരെയും പ്രസവിച്ചു. കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു. ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ. എഫ്രാത്തയുടെ ആദിജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിര്യത്ത് യെയാരിമിന്റെ അപ്പനായ ശോബാലൻ, ബേത്ലേമിന്റെ അപ്പനായ ശൽമ, ബേത് ഗാദേറിന്റെ അപ്പനായ ഹാരേഫ്. കിര്യത്ത് യെയാരിമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഹാരോവെ, മെനൂഹോത്തിന്റെ പാതി. കിര്യത്ത് യെയാരിമിന്റെ കുലങ്ങളാവിത്: ഇത്രിയർ, പൂത്യർ, ശുമാത്യർ, മിസ്രായർ. ഇവരിൽ നിന്ന് സോരാത്യരും എസ്തലോവരും ഉത്ഭവിച്ചു. സൽമയുടെ പുത്രന്മാർ ബേദൽഹേം, നെത്തോഫാത്യർ, അത്രോത്ത്, ബേത് യോവാബ്, മാനഹത്തിൽ പാതി സോര്യർ. യബേസിൽ പാർത്തു വന്ന ശാസ്ത്രിമാരുടെ കുലങ്ങളാവിത്: തിരിയാത്യർ, സിമയാത്യർ, സൂഖാത്യർ. ഇവർ രേഖാപഗ്രഹത്തിന്റെ അപ്പനായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം. യെഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? വല്ല പണിക്ക് കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരമെടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ? അതിനെ തീക്കിരയായി കൊടുക്കുന്നു. തീ അതിന്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു. അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്ക് കൊള്ളുമോ? അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു. തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോവുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരിവള്ളിയെ പോലെ ഞാൻ യെരൂശലേം നിവാസികളെയും ആക്കും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവർ തീയ്ക്ക് ഇരയായിത്തീരും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവനോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവനെ വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഒരിക്കൽ അവൻ ഊമനായൊരു ഭൂതത്തെ പുറത്താക്കി.
ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ, ഭൂതങ്ങളുടെ തലവനായ ബെയെത്സെബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ച് ആകാശത്ത് നിന്ന് ഒരു അടയാളം അവനോട് ചോദിച്ചു. അവൻ അവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും. വീട് ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ഛിദ്രിച്ചുവെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെയെത്സെബൂലെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബെയെത്സെബൂലെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞു ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിനേക്കാൾ വല്ലാതെയായി ഭവിക്കും. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും കൊടുക്കുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീശൻ തന്നോടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവനും അകത്ത് കടന്ന് ഭക്ഷണത്തിലിരുന്നു. മുത്താഴത്തിന് മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീശൻ ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവനോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറം ഉണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ തുളസിയിലും അരൂതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെ പോലെയാകുന്നു. അവയുടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല. ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം! എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു. നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകളെ തൊടുന്നില്ല. നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു. അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. അവർ അവരെ കൊന്നു. നിങ്ങൾ അവരുടെ കല്ലറകളെ പണിയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെക്രിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ. അതെ, ഈ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളയുന്നു. അവൻ അവിടെ വിട്ടു പോകുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.